സോളമന്റെ മരണത്തോടുകൂടി രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. വടക്ക് ഇസ്രായേൽ, അതിന്റെ തലസ്ഥാനം സമരിയ. തെക്ക് യഹൂദ, അതിന്റെ തലസ്ഥാനം യെറൂസലേം. ഈ ഇസ്രായേലിന് മുകളിൽ, വടക്കൻ രാജ്യം ഇസ്രായേലിന് മുകളിലുള്ള സ്ഥലം സിറിയ, ഇപ്പോഴത്തെ സിറിയ തന്നെ. അതിന്റെ തലസ്ഥാനം ഡമാസ്കസിലെ രാജാവ് റെക്സിൻ രാജാവിന്റെ പേര്. ഈ ഇസ്രായേലിന്റെ രാജാവിന്റെ പേര് പേക്കാഹ്. ഈ യഹൂദായിലെ രാജാവിന്റെ പേര് ആഹാസ്. ഈ മൂന്ന് രാജ്യങ്ങളുടെ അപ്പുറത്തൊരു അന്നത്തെ ഒരു സാമ്രാജ്യത്വ ശക്തി, ഈ ഇപ്പോഴത്തെ ചൈന പോലെയോ അമേരിക്ക പോലെയോ റഷ്യ പോലെയോ എന്ത് വേണമെങ്കിൽ പറയാം നമുക്ക്. അതായത് മറ്റു രാജ്യങ്ങൾ വിഴുങ്ങാനായിട്ട് ഇങ്ങനെ കോമ്പലുകൾ ആഴ്ത്തി നിൽക്കുന്ന അന്നത്തെ ശക്തി അസീറിയ. ഇപ്പോഴത്തെ ഇറാൻ ആ പ്രദേശമാണ് പറയണേ, മെയിനായിട്ടും ഇറാഖ് പ്രദേശം. ഈ അസീറിയ ഇറാൻ പിന്നെ ഇറാഖിന്റെ ഒക്കെ ബോർഡർ വരും ആ പ്രദേശത്ത്